മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 118 സങ്കീർത്തനം 17 തിരുവചനം. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. സങ്കീർത്തകൻ്റെ ഉറച്ച തീരുമാനമാണത്. ഞാൻ മരിക്കുകയില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കും. നമുക്കെല്ലാവർക്കും സ്വർഗം തന്നിരിക്കുന്ന വിളി ഇതാണ്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ സാക്ഷ്യം നൽകി നമ്മളായിരിക്കുന്ന മേഖലകളിൽ കർത്താവിനെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനുമുള്ള ദൗത്യം സ്വർഗം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കർത്താവ് ചെയ്ത നന്മകൾ, കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ കരുതൽ, പരിപാലന എന്തുമാത്രം നമുക്ക് പ്രഘോഷിക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനുമുണ്ട്. ഈ വചനം തരുന്ന കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഉറച്ച തീരുമാനത്തോടെ കർത്താവേ, ഈ ഭൂമിയിൽ അങ്ങ് അനുവദിക്കുന്ന കാലം മുഴുവൻ ഞാൻ അങ്ങയുടെ പ്രവൃത്തികളെ പ്രഘോഷിക്കുമെന്നുള്ള തീരുമാനത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഇപ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. ഈശോയെ നന്ദി. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളെ ശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നമ്മെ ഉണർത്തട്ടെ. നമ്മുടെ കർത്താവിൻ്റെ രക്തശരീരങ്ങളാൽ നമ്മളെല്ലാം വിമോചനം പ്രാപിക്കട്ടെ. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. കുഞ്ഞുങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ, തൊഴിൽ മേഖലകളെ എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. നമ്മൾ ഒരുമിച്ച് പാടുന്നു. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനീണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. കർത്താവിന്റെ തിരുച്ചോരയാൽ ഞങ്ങൾ കഴുകപ്പെടട്ടെ. യേശുവിൻ തിരുനീണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തട ജലമേ
എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മതൻ നിറകുടമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് യേശുവിൻ പീഡകളെ എന്നെ ശുദ്ധീരനാക്കണമേ. നന്മതൻ നിറകുടമേ നന്മതൻ നിറകുടമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നാദാ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. ഓ പൊന്നു കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പൂർണ്ണമായി ഞങ്ങളെ ആശ്രയിക്കുന്ന കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ. ഞങ്ങൾ അഭിഷേകത്താൽ ഉണർത്തണമേ. ഹോളി സ്പിരിറ്റ്, മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. കരങ്ങളും ഉയർത്തി ശക്തിയോടെ സ്വരമുയർത്തി നമ്മൾ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ സമർപ്പിത സമൂഹത്തിലേക്ക്, നമ്മളായിരിക്കുന്ന ദേശത്തിലേക്ക്, രാജ്യത്തിലേക്ക്, ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരുമിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. ദൈവത്തിന്റെ കാറ്റായി വീശുക, രാജ്യങ്ങളുടെ മേൽ വീശുക, ഭൂഖണ്ഡങ്ങളുടെ മേൽ വീശുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ സജീവമായ സാന്നിധ്യം ഓരോ വ്യക്തിയിലും നിറയപ്പെടട്ടെ. പൈശാചിക വ്യാപാരങ്ങള്, ഇരുട്ടിന്റെ ശക്തികള്, അന്ധകാരാധിപത്യ അധികാര പോരാട്ടങ്ങള് പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് മൂവ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ സ്നേഹത്തിലും, കർത്താവിന്റെ ശക്തിയിലും, കർത്താവിന്റെ ജ്ഞാനത്തിലും, കർത്താവിന്റെ അറിവിലും, വിവേകത്തിലും, കർത്താവിന്റെ ആലോചനയിലും പരിശുദ്ധാത്മാവേ ഞങ്ങളെ പൂരിതമാക്കണമേ. ഞങ്ങളെ അനോയിന്റ് ചെയ്ത് മുദ്ര വെക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിനായി ഹൃദയത്തെ തുറക്കണമേ. സുവിശേഷവൽക്കരണത്തിനായി ഈ നാളുകളിൽ പതിനായിരങ്ങളെ പരിശുദ്ധാത്മാവേ ഉത്തേജിപ്പിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നന്മകൾക്കായി, എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി, നന്ദി, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ, നന്ദി അപ്പാവേ. താങ്ക് യു പരിശുദ്ധ ത്രിത്വമേ, നന്ദി. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഏവരെയും സമർപ്പിക്കുകയാണ്. അമ്മ ഏറ്റെടുക്കണമേ, അമ്മ എല്ലാം ക്രമപ്പെടുത്തണമേ. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ലോകത്തിൻ്റെ നിലവിളി എന്തിനു വേണ്ടി? ലോകത്തിൻ്റെ നിലവിളി എന്തിനു വേണ്ടി? ഈ ചോദ്യത്തിന് ഇന്ന് വളരെയധികം പ്രസക്തിയുണ്ട്. ലോകം കരയുന്നത് ലോകത്തിന് നിലവിളി എന്തിനു വേണ്ടിയാണ്?
നമ്മളിന്ന് ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ പ്രത്യാശയ്ക്ക് നമുക്ക് അധികം വകയില്ല. മഹാമാരികളും പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധഭീഷണികളും ആഭ്യന്തര കലഹങ്ങളും ലോകവ്യാപകമായി നടമാടുന്ന ഭീകര പ്രവർത്തനങ്ങളും കുടുംബങ്ങളുടെ തകർച്ചകൾ, വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങൾ, വിശ്വാസ ത്യാഗം, മതപീഡനം എന്നുവേണ്ട ലോകത്തിൽ നമുക്ക് പ്രത്യാശിക്കാൻ അധികം വക കാണാൻ കഴിയുന്നില്ല. ലോകം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇന്ന് ഈ ലോകം എന്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്? ഈ ലോകത്തിൻ്റെ ആത്മീയവും ധാർമ്മികവുമായ അധപതനത്തിന്റെ പ്രധാന കാരണം എന്താണ്? എന്താണ് ലോകത്തിന് സംഭവിച്ചത്? യെശയ്യാ പ്രവചനം 43 അധ്യായം 10 തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ അരൂപി എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. സാക്ഷികളാകാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഇന്ന് ഈ ലോകത്തിന്റെ നിലവിളി എന്തിനു വേണ്ടിയ വചനം പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 20-21 വചനങ്ങളാണ്. തിരുനാളിന് ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുണ്ടായിരുന്നു. അവർ ഗലീലെ ബെത്സദയിൽ നിന്നുള്ള ഫിലിപ്പോസിന് അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും വചനം ശ്രദ്ധിക്കണം. അവരെന്താണ് ആവശ്യപ്പെട്ടത്? ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഇന്ന് ലോകത്തിന്റെ നിലവിളി കർത്താവായ യേശുവിനെ കാണുവാനാണ്, കർത്താവായ യേശുവിനെ കേൾക്കുവാനാണ്. ഇന്ന് ലോകം ആഗ്രഹിക്കുന്നത് യേശുവിനെ കണ്ടുമുട്ടുവാനാണ്. ഇത് വളരെ പ്രസക്തമായ തിരുവചനമാണ് പ്രിയപ്പെട്ടവരെ. ലോകത്തിൽ നടമാടുന്ന എല്ലാവിധ ധാർമ്മികമായ അധപതനത്തിന്റെയും അടിസ്ഥാന കാരണം വിശ്വാസത്യാഗമാകട്ടെ, മതപീഡനമാകട്ടെ, ഭീകര പ്രവർത്തനങ്ങൾ, ലോകവ്യാപകമായ അക്രമങ്ങള്, പ്രകൃതിക്ഷോഭങ്ങള്, മഹാമാരികള്, ലോകത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ വിനാശങ്ങള്, മാനസാന്തര അനുതാപവും നഷ്ടപ്പെട്ട ജീവിതങ്ങള് എന്നുവേണ്ട ദൈവത്തെ മാറ്റി നിർത്തി ലൗകികതയിലും ജഡീകതയിലും മുങ്ങിത്താഴുന്ന ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ലോകത്തിന്റെ സമഗ്ര വിമോചകനായ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ഈശോയെ നഷ്ടപ്പെടുത്തിയതാണ് ഇന്ന് ലോകത്തിന്റെ തകർച്ചയ്ക്ക് കാരണം. ഇവിടെ വചനം പറയാൻ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ ഈ നിലവിളിക്ക് ഉത്തരം നൽകേണ്ടവരെ ഞാനും നിങ്ങളുമാണ്. കർത്താവിനെ കണ്ടുമുട്ടിയ, കർത്താവിനെ ശ്രവിച്ച, കർത്താവിനെ അനുഭവിച്ച, കർത്താവിന്റെ കൂടെ നടക്കുന്ന നമ്മൾ ഈ ലോകത്തിന് യേശുവിനെ നൽകുന്നില്ലെങ്കിൽ, യേശുവിനെ കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഈ ലോകം എങ്ങനെ യേശുവിനെ കണ്ടുമുട്ടും? ഇത് ലോകത്തിന്റെ നിലവിളി മാത്രമല്ല, സ്വർഗത്തിന്റെ നൊമ്പരമാണ് പ്രിയപ്പെട്ടവരെ. ഈ ദൗത്യത്തിനായി കർത്താവ് വിളിച്ചവരും തെരഞ്ഞെടുത്തവരും അതിനുവേണ്ടി വേർതിരിച്ചവരുമായ ഞാനും നീയും ഈ ദൗത്യം മറന്നിന്ന് ജീവിക്കുമ്പോൾ സ്വർഗം നൊമ്പരപ്പെടുകയാണ്. സ്വർഗത്തിന്റെ നിലവിളി നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചാണ്. ഈശോ ഇല്ലാത്ത ഓരോ ജീവിതവും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാവാണ്. നാം തിരുവചനത്തിലോട്ട് വരണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, മാർക്കോസിന് സുവിശേഷം 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. കർത്താവ് സഭയ്ക്ക് നൽകിയ
യൂണിവേഴ്സൽ മിഷൻ, സാർവത്രിക ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. ഈ ലോകത്തിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭ ലോക ജനതയ്ക്ക് കർത്താവിനെ പ്രദാനം ചെയ്യുക, കർത്താവിനെ പകർന്നു കൊടുക്കുക. കുദാശകളിലൂടെ, തിരുവചനത്തിലൂടെ, മറ്റാത്മീയ ശുശ്രൂഷകളിലൂടെ യേശുവിനെ ലോകത്തിന് നൽകുക. ഇതാണ് ഭൂമിയിൽ സഭയുടെ ദൗത്യം. ഈ ദൗത്യമാണ് കർത്താവ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇത് ഞാനും നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന അനേകം ആത്മാക്കളെ പ്രതി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കണക്കു പറയേണ്ടി വരുമെന്നുള്ള സത്യം മറക്കരുത് പ്രിയപ്പെട്ടവർ. വിശുദ്ധ പൗലോസ് സഭയോട് ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്. നമ്മൾ അവിടുത്തെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും കണക്ക് പറയേണ്ടവരാണ്. നമ്മൾ അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ബേർഡൻ, പെയിൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ് ഇന്ന് സഭയുടെ തളർച്ചയുടെ ഒരു പ്രധാന കാരണം. കർത്താവിൻ്റെ മിഷൻ ചെയ്യുവാൻ, കർത്താവായ യേശുവിനെ ലോകത്തിന് കൊടുക്കുവാനുള്ള അടങ്ങാത്തൊരു ആഗ്രഹവും തീരാത്ത ദാഹവും ദൈവജനത്തിനുണ്ടാകണം. അതിനുവേണ്ടി അനേകം നാളുകളിൽ മുന്നോട്ട് വരണം. കാലം അതിന് അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഫൈനൽ അവറിലേക്ക് പ്രവേശിക്കുകയാണ്. കാലത്തിന് അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കെട്ടുകഥയല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കണ്ടുപിടുത്തമല്ല. ഇത് സഭയുടെ കാലത്തുമുള്ള വിശ്വാസമാണ്. നമ്മളായിരിക്കുന്ന ഈ തലമുറ ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യമുള്ള തലമുറയാണ്. ആയതിനാൽ നമുക്ക് വലിയ ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ദൗത്യം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വലിയ പരാജയത്തിലും തകർച്ചയിലും നാശത്തിലുമാകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നില്ലേ? നമുക്കറിയാവുന്ന വചനമാണ്. കൊരിന്തോസ് സഭയ്ക്ക് 1 ലേഖനം 9:16 ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. നമ്മുടെ മനസ്സിൽ കോൺക്രീറ്റ് പോലെ ഉറക്കേണ്ട വചനമാണിത്. ഞാൻ കർത്താവിനെ പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ, ഞാൻ യേശുവിൻ്റെ വചനം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ, ഞാൻ എൻ്റെ കർത്താവിനെ സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. നമ്മൾ ചങ്കിൽ കൈവച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട വചനമാണിത്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ ദുരിതം എന്താ മാറാത്തത്? നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ? നമ്മൾ ദൈവവചനം വായിക്കാത്തത് കൊണ്ടാണോ? നമ്മൾ ഇതുപോലുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണോ? നമ്മുടെ ദുരിതത്തിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ കർത്താവ് ഏൽപ്പിച്ച മിഷൻ നിർവഹിക്കുന്നില്ല. കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നമ്മൾ വളരെ പുറകോട്ടാണ്. നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാധ്യതകളും അവസരങ്ങളും, നമ്മുടെ പണവും നമ്മുടെ കുടുംബവും നമ്മുടെ സ്വാധീനവും നമ്മുടെ സകല കഴിവുകളും കർത്താവിന് സാക്ഷ്യം നൽകുവാൻ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ ഇതിനേക്കാൾ വലിയൊരു നന്മ ഈ ലോക ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്ക് ലഭിക്കാനില്ല. ഹല്ലേലൂയ! അത്രയും ഭാഗ്യപ്പെട്ട ജീവിതമാണ് കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടത്തേക്ക് സാക്ഷ്യം നൽകിക്കൊണ്ടുള്ള ജീവിതം. നമ്മുടെ ദുരിതം മാറാത്തതിന് കാരണം ഇതാ പ്രിയപ്പെട്ടവരെ. ഇന്ന് പലരും കഷ്ടതയിലും കണ്ണുനീരിലും വേദനയിലും സങ്കടത്തിലുമായിരിക്കുന്നു. നമ്മൾ ആത്മശോധന ചെയ്യണം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും പ്രായമായില്ലേ? 40 വയസ്സ്, 50 വയസ്സ്, 65 വയസ്സ്, 70 വയസ്സ്, 35 വയസ്സ്, 28 വയസ്സ്, അതിന് താഴെയുള്ളവർ പല പ്രായത്തിലുള്ളവരാണ് നമ്മൾ. ഇത്രയും വർഷം ഈ ലോകത്തിൽ ജീവിക്കുവാൻ കർത്താവ് അനുവദിച്ചിട്ട് നമ്മൾ എത്ര ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടി? ഈ ചോദ്യം നമ്മുടെ ചങ്കിലേക്ക് തുളച്ചു കയറണം. എത്ര ആത്മാക്കളെ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നേടി?
ഈ ലോക ജീവിതത്തിൽ എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിന് എന്തുമാത്രം പ്രയോജനമുണ്ടായി? ഈ ജീവിതം കർത്താവിന് പ്രോഫിറ്റബിൾ ആണോ? ഈ ജീവിതം കൊണ്ട് സ്വർഗത്തിന് നേട്ടമുണ്ടോ? ഈശോയുടെ നിർമ്മലമായ വചനത്തിന് മുൻപിൽ ഇരുന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങൾ നമ്മൾ പരിശോധിക്കണം. നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ, നമ്മൾ തീഷ്ണതയോടെ മുന്നോട്ട് വരണം. ഞാൻ ഈശോയുടെ നാമത്തിൽ അനേകം സഹോദരി സഹോദരങ്ങളെ ക്ഷണിക്കുകയാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, സഭയുടെ ഇവാഞ്ചലൈസേഷന് വേണ്ടി, സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി നിങ്ങൾ മുന്നോട്ട് വരിക. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് വേണ്ടി 100 സ്റ്റെപ്പ് കർത്താവ് വയ്ക്കും. ചുമ്മാ നിങ്ങളെ ഒന്ന് വൈകാരികമായി ഇളക്കുവാൻ പറയുന്നൊരു കാര്യമല്ല ദൈവമക്കളെ. കാരണം കർത്താവിന് അത്രമാത്രം തിടുക്കമുണ്ട്. കർത്താവിന്റെ മനസ്സാണിത്. കർത്താവിന്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് എന്താ? ആത്മാക്കളുടെ രക്ഷയാണ്. ആത്മാക്കളുടെ രക്ഷ. ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ഒരു ദൈവ പൈതൽ യഥാർത്ഥത്തിൽ ഭാരപ്പെടുന്നുണ്ടോ, ആ വ്യക്തിയെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യും. അവന്റെ കുടുംബത്തെ കർത്താവ് പരിപാലിക്കും. അവനാവശ്യമായ നന്മകൾ കർത്താവ് പ്രദാനം ചെയ്യും. നമ്മൾ ആരും സംശയിക്കണ്ട. സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരണം. ഈ മഹാമാരിയുടെ, ഈ പഞ്ഞത്തിന്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ സുവിശേഷ വേലയ്ക്കായി ജീവിതം സമർപ്പിച്ച എൻ്റെ പല സഹോദരി സഹോദരങ്ങള്, അവർ പലരും അസ്വസ്ഥരാണ്, പലരും സംശയാലുക്കളാണ്, ആകുലചിത്തരാണ്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ വരുന്നു, കടബാധ്യതകൾ വർദ്ധിക്കുന്നു, വാടക വീട്ടിൽ താമസിക്കുന്നത്, വാടക കൊടുക്കാൻ പോലും പണമില്ല, ജീവിതം വളരെ വഴിമുട്ടി നിൽക്കുന്നു. സുവിശേഷ വേല അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന പല സഹോദരി സഹോദരങ്ങള്, ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയട്ടെ. സാഹചര്യങ്ങൾ എന്തുമാത്രം കലങ്ങി മറിഞ്ഞാലും പ്രതികൂലമാണെങ്കിലും നമ്മളെ വിളിച്ച കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തനായ ദൈവം. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, തെസ്സലോനി സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 5:24, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. കർത്താവിന്റെ വിശ്വസ്തത നമ്മൾ ശരണപ്പെടുക. നിശ്ചയമായും ഏത് സാഹചര്യത്തിലും, എന്തുമാത്രം പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യമാവട്ടെ നമ്മുടെ, ആ സാഹചര്യത്തിൽ നമ്മെ കരുതുവാൻ, നമ്മെ പോറ്റുവാൻ, പുലർത്തുവാൻ, പരിപാലിക്കുവാൻ, വളർത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. സുവിശേഷ വേല വിട്ടുപോകരുത്. കർത്താവിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കരുത്. ഇനിയും ധാരാളം പേര് മുന്നോട്ട് വരണം. ഈ വേലയ്ക്ക് വേണ്ടി അനേകരും മുന്നോട്ട് വരണം. അങ്ങനെ മുന്നോട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ കർത്താവിനെയും സഭയും സ്നേഹിക്കുന്ന അനേകം ജീവിതങ്ങൾ ഉണ്ടാകണം. സാമ്പത്തികമായി സഹായിച്ച ഒത്തിരി പേരുണ്ട്. ചില അപ്പച്ചന്മാര്, അമ്മച്ചിമാര്, അവർ റിട്ടയർഡായി ജീവിക്കാൻ വേണ്ടി ചുറ്റുപാടുകളുണ്ട്. മക്കളാണെങ്കിൽ പലരും വിദേശത്താണ്. നിങ്ങൾ കിട്ടുന്ന പെൻഷനാകാം, മറ്റ് വരുമാന മാർഗങ്ങളാകാം. ഇതെല്ലാം കർത്താവിനെ ശുശ്രൂഷിക്കുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ അല്പം പങ്കുവെക്കണം. അതൊരിക്കൽ നഷ്ടമല്ല. കർത്താവിനെ പ്രതി നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പണമാവട്ടെ, ആരോഗ്യമാവട്ടെ, സമയമാകട്ടെ, ലോകസുഖങ്ങളാകട്ടെ, നമ്മുടെ ജീവിതമാകട്ടെ, എന്തു തന്നെയാകട്ടെ, അത് നഷ്ടമല്ല, വലിയ ലാഭമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ കടന്നു വരേണ്ട സമയം അതിക്രമിച്ചു. നമ്മളൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ എത്രയോ ശുശ്രൂഷകർക്ക് സഹായകമാകും. പണമില്ലാത്തത് കൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷകൾ തളർന്നു പോകരുത്. വേലയ്ക്ക് ആളുകൾ ഇല്ലാത്തത് കൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് തളർച്ച സംഭവിക്കരുത്. കർത്താവിന്റെ സഭയുടെ ശോഭ മങ്ങിപ്പോകരുത്. ധാരാളം പേര് മുന്നോട്ട് വരണം. കുടുംബമായി നിങ്ങൾ സുവിശേഷ വേല ചെയ്യണം. മാതാപിതാക്കളെ, ഞാൻ നിങ്ങൾ അതിനുവേണ്ടി എൻകറേജ് ചെയ്യാണ്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി, കർത്താവിനെ സ്നേഹിച്ച്,
കർത്താവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കുക. എത്ര മനോഹരമാണ്. ഇപ്പോൾ കോവിഡൊക്കെ കുറേശ്ശൊക്കെ മാറി നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച പല മിഷൻ സെന്ററുകൾക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവുക. അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും കർത്താവിൻ്റെ മിഷന് വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ കാണുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ മിഷണറി സ്പിരിറ്റ് കൊടുക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, യുവദമ്പതികള് ഞാനൊരിക്കൽ കൺവെൻഷന് പോയ സ്ഥലത്ത് അവരെന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞു, ബ്രദർ, ഞങ്ങൾ 2 പേര് IT എഞ്ചിനീയേഴ്സാണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. 2 ചെറിയ മിടുക്കി പെൺകുട്ടികളുണ്ട്. അവർക്ക് ചെറുപ്പക്കാരായ ദമ്പതികളാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ 2 വർഷം ലീവ് എടുത്ത് ഞങ്ങൾ മിഷന് പോവുകയാണ്. ബ്രദർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് അത്ഭുതം തോന്നി. സാമ്പത്തികമായും ബൗദ്ധികമായും ഒരു കുറവില്ലാതെ ഒത്തിരി ദൈവം അനുഗ്രഹിച്ചവരെ. എന്നാൽ അവർ പറയാണ്, ഞങ്ങൾ 2 വർഷം ലീവ് എടുത്ത് കർത്താവിൻ്റെ മിഷന് വേണ്ടി പോവുകയാണ്. ഈ 2 ചെറിയ പെൺകുഞ്ഞുങ്ങളെയും കൈപ്പിടിച്ച്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് മിഷന് വേണ്ടി പോകുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ആഫ്രിക്കയിൽ ഉഗാണ്ടയിലോട്ടാണ്. വളരെ പ്രതിസന്ധികളുള്ള, ജീവിത നിലവാരം വളരെ കുറഞ്ഞ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പലയിടങ്ങളിൽ ഇല്ലാത്ത ഉഗാണ്ടയിലേക്ക് അവർ മിഷന് വേണ്ടി പോവുക. കർത്താവിനെ പ്രതി കഷ്ടപ്പാടുകൾ, അവിടെയുള്ള ഞെരുക്കങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഏറ്റെടുത്ത്, സൗകര്യക്കുറവുകളൊക്കെ അവർക്ക് വലിയ സൗകര്യമാണ് പൗലോസ് പറയുന്നത് പോലെ. ഞാൻ അവരെ സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തുണർത്തി. ഇതുപോലെ സുവിശേഷ ദർശനമുള്ള ഇവാഞ്ചലൈസേഷൻ സീലുള്ള ദമ്പതിമാരെയാണ് ഇന്ന് കർത്താവിനും സഭയ്ക്കും ആവശ്യം. ഇത്തരത്തിൽ സുവിശേഷ ദർശനമുള്ള, സുവിശേഷവൽക്കരണത്തിന്റെ തീയുള്ള വന്യവൈദികരെയാണ് കർത്താവിനും സഭയ്ക്കും ആവശ്യം. സമർപ്പിതരെയാണ് ആവശ്യം. നമ്മൾ പലപ്പോഴും മെയിൻ്റനൻസ് ചർച്ചായിട്ട് മാറുകയാണ്. ദൈവം തന്ന സംവിധാനങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. ഒരു മിഷണറി സ്പിരിറ്റിലേക്ക് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ വലിയ തകർച്ചയും നാശവും നമുക്ക് സംഭവിക്കുമെന്ന് പരിശുദ്ധാൽ മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കാലത്തെ വിവേചിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന മേഖലകളിൽ കർത്താവിന് സാക്ഷ്യം നൽകുവാൻ, കർത്താവിന് ഉയർത്തുവാൻ നമുക്ക് കഴിയട്ടെ. സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്ക് ആവട്ടെ, വാട്സപ്പ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ക്ലബ് ഹൗസ് ആവട്ടെ, മറ്റ് സോഷ്യൽ മീഡിയയുടെ വിവിധങ്ങളായ ഡിഫറൻ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയെല്ലാം നമ്മൾ കർത്താവിനെ വിറ്റ്നസ് ചെയ്യുക. അതിനുവേണ്ടി ദൈവം വിളിച്ചവരെ, അതിനുവേണ്ടി ദൈവം അഭിഷേകം ചെയ്തവരെ ഈ വിധത്തിൽ കർത്താവിനെ കൊടുക്കുവാൻ അവിടെയെല്ലാം നമ്മൾ കയറി പറ്റണം. കൂട്ടം കൂട്ടമായി നമ്മൾ കടന്നു വരണം. ഉണർവോടെ കർത്താവിനെ കൊടുക്കണം. ആയിരിക്കുന്ന മേഖലകളിലെല്ലാം ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള വഴികളായിരിക്കാം. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന മണ്ഡലം അതെന്ത് തന്നെയാവട്ടെ, അവിടെ ഉറപ്പോടെ, ബലത്തോടെ, ധൈര്യത്തോടെ കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളും. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് കൂടുതൽ എൻ്റെ സഹോദരി സഹോദരങ്ങൾ വേലയ്ക്കായി മുന്നോട്ട് വരണം. വേലയ്ക്കായി നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങൾ വേല ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. പല വിധത്തിൽ അവരെ പ്രാർത്ഥിച്ചും സാമ്പത്തികമായും മറ്റു പല വിധത്തിലും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കർത്താവിൻ്റെ മിഷന് ഒരു കുറവുമില്ലാതെ അത് സഭയ്ക്കും ലോകത്തിനും അനുഗ്രഹമായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. ലോകത്തിന് നിലവിളി യേശുവിനെ കാണുവാനാണ്. ഈ ലോകത്തിന് യേശുവിനെ കൊടുക്കുമ്പോൾ അവൻ്റെ സമാധാനവും അവൻ്റെ ആനന്ദവും അവൻ്റെ രാജ്യവും ഇവിടെ ആഗതമാകും. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം